ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിയോ ക്ലാസിക്കൽ ഏജിനെ കുറിച്ചാണ്. അതിൻ്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന റൈറ്റേഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിയോ ക്ലാസിക്കൽ ഏജിൻ്റെ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ 1660 തൊട്ട് 1798 വരെയായിരുന്നു നിയോ ക്ലാസിക്കൽ ഏജ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം 1660 റെസ്റ്റോറേഷൻ ഏജ് ആയിരുന്നു, മൊണാർക്കിനെ റെസ്റ്റോർ ചെയ്യുന്ന ഒരു പീരീഡായിരുന്നു അത്. അപ്പം 1660 തൊട്ട് 1798 വരെ. 1798 പ്രത്യേകത പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ്. ആരൊക്കെയാണ് പബ്ലിഷ് ചെയ്തത്? കോളറിഡ്ജും അതേപോലെ തന്നെ വേർഡ്സ്വർത്തും കൂടി ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തതാണ് ആ വർക്ക്. അപ്പോൾ ഈ ഒരു പീരീഡിലായിരുന്നു എന്താണ് നിയോ ക്ലാസിക്കൽ ഏജ് ഉണ്ടായിരുന്നത്. 1798, അതായത് ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് റൊമാൻറ്റിക് ഏജ് സ്റ്റാർട്ട് ചെയ്തു. അതിന് തൊട്ട് മുൻപ് വരെ, അതായത് 1660 തൊട്ട് 1798 വരെ നിയോ ക്ലാസിക്കൽ ഏജ് ആയിരുന്നു. ആ ഏജിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് റെസ്റ്റോറേഷൻ ഏജ്, രണ്ടാമത്തെ ഓഗസ്റ്റൻ ഏജ്, മൂന്നാമത്തെ ഏജ് ഓഫ് ജോൺസൺ എന്ന്. ഇങ്ങനെ 3 ഏജായിട്ട് നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 3 ഏജിൻ്റെ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ റെസ്റ്റോറേഷൻ ഏജ് 1660 തൊട്ട് 1700s എന്ന് റഫ്ലി നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഓഗസ്റ്റൻ ഏജ് 1700 തൊട്ട് 1745 എന്ന് പറയാം. ഏജ് ഓഫ് ജോൺസൺ 1745 തൊട്ട് 1798, അതായത് പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലൻസ് ആ ഇയർ. അങ്ങനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നിയോ ക്ലാസിക്കൽ ഏജിനെ തന്നെ. നിയോ ക്ലാസിക്കൽ ഏജിൻ്റെ ലിറ്ററൽ മീനിങ് നോക്കുകയാണെങ്കിൽ നിയോ മീൻസ് ന്യൂ, പുതിയത്. അപ്പോൾ നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റും ന്യൂ ക്ലാസിക്കൽ ഏജ്. നിയോ ക്ലാസിക്കൽ ഏജിന് ന്യൂ ക്ലാസിക്കൽ ഏജ്, ഒരു പുതിയൊരു ക്ലാസിക്കൽ ഏജ് ഉണ്ടാക്കാനാണ് ആ സമയത്ത് റൈറ്റേഴ്സ് ശ്രമിച്ചത്. അതായത് ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു ആ സമയത്ത് നിയോ ക്ലാസിസ്റ്റ് റൈറ്റേഴ്സൊക്കെ. അപ്പോൾ എന്താണ് ആ സമയത്ത് റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു? ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ്, മിൽട്ടൺ, ഡോക്ടർ സാമുവൽ ജോൺസൺ. ഇവരൊക്കെ ഒബ്സസ്ഡ് ആയിരുന്നു ഏൻഷ്യൻ റൈറ്റേഴ്സിൻ്റെയും അവരുടെ വർക്ക്സിൻ്റെയൊക്കെ രീതിയിൽ. സോ അവർക്കും അതേപോലത്തെ വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹം വന്നു. അവരും അങ്ങനത്തെ വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്തു. ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് എല്ലാം ഗ്രാൻഡായിട്ട്, ഗ്രേറ്റായിട്ട്, എപ്പിക്കായിട്ട്, സുപ്രീമായിട്ട് ആ രീതിയിലായിരുന്നു റിഗാർഡ് ചെയ്തിരുന്നത്. സോ അവർക്കും ഈ അലക്സാണ്ടർ പോപ്പ്, അതേപോലെ തന്നെ ഡ്രൈഡൻ, മിൽട്ടൺ, സാമുവൽ ജോൺസൺ, ഇവർക്കും അവരുടെ വർക്ക്സ് അങ്ങനെ കാണാനായിരുന്നു താല്പര്യം. സോ അവരും എന്ത് ചെയ്തു? ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റിക്കും അതേപോലെ തന്നെ ഹൈലി ഇൻ്റലക്ച്വൽ വർക്ക്സും ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ നിയോ ക്ലാസിക്കൽ പീരീഡിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് വൺ റെസ്റ്റോറേഷൻ ഏജ്, രണ്ടാമത്തത് ഓഗസ്റ്റൻ ഏജ്, മൂന്നാമത്തെ ഏജ് ഓഫ് ജോൺസൺ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് റെസ്റ്റോറേഷൻ ഏജിനെ കുറിച്ച് റഫ്ലി ഒന്ന് നോക്കാം. റെസ്റ്റോറേഷൻ ഏജിൽ ചാൾസ് സെക്കൻഡ് എന്ന് പറയുന്ന മൊണാർക്കിനെ റീസ്റ്റോർ ചെയ്തെടുത്തു. അതാണ് ആ പീരീഡിൻ്റെ പ്രത്യേകത. അപ്പോൾ കോമൺവെൽത്ത് പീരീഡ് ഉണ്ടല്ലോ, അത് എൻഡായി. ഈ റെസ്റ്റോറേഷൻ ഏജിനെ നമുക്ക് ഏജ് ഓഫ് ഡ്രൈഡൻ എന്നും പറയാൻ പറ്റും. പിന്നെ ഈ സമയത്ത് ലിറ്റററി വർക്ക്സിൽ കോമഡി ഓഫ് മാനേഴ്സ്, അതേപോലെ തന്നെ ഡ്രൈഡൻ എന്ത് ചെയ്തു? മോക്ക് എപ്പിക് പോയട്രി സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഹീറോയിക് പോയട്രി, സറ്റയേഴ്സ് ഒക്കെ ഒരുപാട് എഴുതിയിരുന്നു. പിന്നെന്താണ്, പ്രോസ് ആസ് എ ഫോം ഓഫ് ലിറ്ററേച്ചർ നല്ലതുപോലെ ഫ്ലറിഷ് ചെയ്തു. പൊളിറ്റിക്കൽ പാംഫ്ലെറ്റ് പബ്ലിഷായി. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരുന്നൊരു ഏജായിരുന്നു. പിന്നെ അത് മാറി നമ്മൾ ഓഗസ്റ്റൻ ഏജിലേക്ക് പോകുമ്പം ആ ഏജിനെ ഏജ് ഓഫ് പോപ്പ് എന്നും അറിയപ്പെടാറുണ്ട്. ആ എറയെ നമ്മൾ എന്തെന്നും പറയാം? ഏജ് ഓഫ് റീസൺ അല്ലെങ്കിൽ ഏജ് ഓഫ് പ്രോസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ സമയത്താണ് എൻലൈറ്റൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ റൈറ്റേഴ്സ് എന്ത് ചെയ്തു? ലോജിക്കലായിട്ടുള്ള റാഷണൽ ട്രാക്സ് എഴുതാൻ തുടങ്ങി വർക്ക്സിൽ. പോയട്രിയുടെ ട്രെൻഡ് കുറയുകയും പ്രോസിൻ്റെ ട്രെൻഡ് ഫ്ലറിഷ് ആവുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് ഫുൾ ഫ്ലെഡ്ജ്ഡ് നോവൽസ് ഈ സമയത്ത് എഴുതപ്പെട്ടു. എക്സാമ്പിൾ പമേല, വെർച്യു റിവാർഡഡ് ബൈ സാമുവൽ റിച്ചാർഡ്സൺ. പിന്നെ മൂന്നാമത്തെ പീരീഡാണ് ഏജ് ഓഫ് ജോൺസൺ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റൈറ്റർ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാറാണ് ഡോക്ടർ സാമുവൽ ജോൺസൺ. സാമുവൽ ജോൺസൺ ആണ് ഫസ്റ്റ് ഡിക്ഷണറി ഇംഗ്ലീഷിൽ എഴുതിയത്. അദ്ദേഹത്തിന് ഫാദർ ഓഫ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നും പറയപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ, സ്ട്രിക്റ്റ് റൂൾസ് ഇൻ പോയട്രി. അതായത് ആ സമയത്തുള്ള മെയിൻ റൈറ്റേഴ്സ് എന്ന് പറയുന്ന അലക്സാണ്ടർ പോപ്പും ജോൺ ഡ്രൈഡനും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അവർ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂൾസൊക്കെ എന്ത് ചെയ്തു? പോയട്രിയിൽ കൊണ്ടുവന്നു. അഥവാ ഏതെങ്കിലും റൈറ്റേഴ്സ് ഈ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വർക്ക്സിന് ലെജിറ്റമസി കൊടുക്കത്തില്ലായിരുന്നു. അതായത് മെട്രിക്കൽ സ്ട്രക്ചറിലും പോയത്തിൻ്റെ റിതത്തിലും തീംസിലും അതായത് ലാംഗ്വേജ്, ഇതിലൊക്കെ എന്താണ് ഒരുപാട് സ്ട്രിക്റ്റ് റൂൾസ് കൊണ്ടുവന്നു. അതായത് ഏത് തീമിൽ പോയം എഴുതണം, അല്ലെങ്കിൽ ഏത് സ്ട്രക്ചർ ഉപയോഗിക്കണം,
ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ആരായിരുന്നു? ഈ സ്ട്രിക്റ്റ് റൂൾസിലൂടെ ആയിരുന്നു. സോ എന്താണ്, പോയട്രി റൈറ്റിംഗ് ഒരുപാട് ഡിഫിക്കൽട്ടായിരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം ഇത്രത്തോളം ബുദ്ധിമുട്ടി. ഇതിന് എന്താണ് ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഇതിന് എഗെയിൻസ്റ്റായിട്ട് വന്നൊരു മൂവ്മെൻറ്റാണ് റൊമാൻറ്റിക് മൂവ്മെൻറ്റ്. രണ്ടാമത്തെ ഫീച്ചറാണ് ഇമിറ്റേറ്റീവ് പോയട്രി അല്ലെങ്കിൽ ഇമിറ്റേറ്റീവ് സ്റ്റൈൽ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, റൈറ്റേഴ്സ് ഓഫ് ആൻറ്റിക്വിറ്റിയിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയിട്ടിരിക്കുന്ന റൈറ്റേഴ്സായിരുന്നു നമ്മളുടെ നിയോ ക്ലാസിക്കൽ പീരീഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, ഈ സമയത്ത് സറ്റയേഴ്സ് ഒരുപാട് വളർന്നു. സറ്റയർ ഈസ് എ ലിറ്റററി സ്റ്റൈൽ ഓഫ് ആൻറ്റിക്വിറ്റി. പണ്ട് കാലം തൊട്ടേ ഉള്ളൊരു സ്റ്റൈലായിരുന്നു എന്ത്, സറ്റയർ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് പ്രൊമോട്ടഡ് ബൈ ക്ലാസിക്കൽ റോമൻ റൈറ്റേഴ്സ് ലൈക്ക് ഹൊറൈസ് ആൻഡ് ജുവനൈൽ. അപ്പോൾ ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു സ്റ്റൈലായിരുന്നു എന്തെന്ന് പറയുന്നത്, സറ്റയർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫീച്ചർ ഓഫ് നിയോ ക്ലാസിക്കൽ പോയട്രി എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റിവിറ്റിയും അല്ലെങ്കിൽ എന്താണ് ഒരു ആർട്ടിസ്റ്റിക് ഫീലിങ്ങും നമ്മളുടെ റൈറ്റിങ്ങിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തോന്നുന്ന ഒരു കാര്യങ്ങളും നമുക്ക് എഴുതാൻ സാധിക്കില്ലായിരുന്നു. അതായത് ഒരു സ്കോപ്പ് ഓഫ് ഇമാജിനേഷനും ഇല്ല, ക്രിയേറ്റിവിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അതേപോലെ തന്നെ എന്താണ്, ഇവർ റൂൾസിൽ മാത്രം ഒതുങ്ങി അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു കൂട്ടം റൈറ്റേഴ്സുള്ള പീരീഡായിരുന്നു ആ സമയത്ത് നിയോ ക്ലാസിസ്റ്റൊക്കെ. അവർ ഫോക്കസ് ചെയ്തിരുന്ന റീസൺ, ലോജിക്, ഓർഡർ ആൻഡ് അത് അവർ ഇമോഷനും ഇമാജിനേഷനും ഇമ്പോർട്ടൻസ് ഒരിക്കലും കൊടുത്തിരുന്നില്ല. അതേപോലെ തന്നെ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് എന്താണ്, ലിറ്ററേച്ചറിനെ ഒരു മോറൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. കാരണം എന്താണ്, വർക്ക്സിനൊക്കെ ഒരു മോറൽ നോട്ട് അല്ലെങ്കിൽ ഒരു ഡൈഡാക്റ്റിക് പേർപ്പസ് കൊടുക്കണം, ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കണമെന്നായിരുന്നു അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോറൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് ലിറ്ററേച്ചറിനെ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് കണ്ടിരുന്നത്. റീസണും ലോജിക്കും ഓർഡറും ആണ് ഫോക്കസ് ചെയ്തിരുന്നത്. അവർ റിജക്റ്റ് ചെയ്തിരുന്നത് ഇമാജിനേഷനും ഇമോഷനുമായിരുന്നു. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജൊനാഥൻ സ്വിഫ്റ്റിൻ്റെ വർക്കായിട്ടുള്ള ഗളിവേഴ്സ് ട്രാവൽ, പിന്നെ എന്താണ് അലക്സാണ്ടർ പോപ്പിൻ്റെ ദ റേപ്പ് ഓഫ് ദ ലോക്ക്. പിന്നെ ഡോമിനൻറ്റ് പോയറ്റിക് ഫോം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹീറോയിക് കപ്ലെറ്റ് ആയിരുന്നു. ഹീറോയിക് കപ്ലെറ്റ് എന്ന് പറയുമ്പോൾ റൈംഡ് പെയർ ഓഫ് അയംബിക് പെൻഡമീറ്റർ ലൈൻസ്. അപ്പം ഇത് മെയിൻലി യൂസ് ചെയ്തിരുന്നത് പോപ്പും ഡ്രൈഡനും ആയിരുന്നു. ഓതേഴ്സ് ഡിപ്പെൻഡ് ഓൺ പേട്രൺസ് ടു പബ്ലിഷ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അവർ പ്രിൻറ്റിംഗ് പ്രസ്സിൽ പോയി, എന്നിട്ട് ഓരോ വർക്ക്സും പ്രൊഡ്യൂസ് ചെയ്തു, പബ്ലിഷ് ചെയ്തു. ഇംഗ്ലീഷ് പ്രോസ് വർദ്ധിക്കുകയും എസ്സേയ്സും ജേർണൽസും ലെറ്റേഴ്സും എല്ലാം ഫ്ലറിഷ് ആവുകയും ചെയ്തിരുന്നൊരു കാലഘട്ടമായിരുന്നു ഈ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജേർണൽസും ലെറ്റേഴ്സും എസ്സേയ്സും ഒക്കെ ഫ്ലറിഷ് ആയത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റീൽ ആൻഡ് അഡിസൺ. നിയോ ക്ലാസിക്കൽ പോയട്രി റിജക്റ്റ് ചെയ്യുന്ന എന്താണ്, പേഴ്സണൽ ഇമോഷൻ അല്ലെങ്കിൽ പേഴ്സണൽ കൺഫെഷൻ, ഇതെല്ലാം എന്ത് ചെയ്തിരുന്നു, അവർ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. According to them, a poet is a public moralist and private affairs were rejected. നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എലഗൻ്റ് ആയിരുന്നു, അതേപോലെ തന്നെ നല്ല റിഫൈൻഡ് ആയിരുന്നു. അതെന്താണ്, പക്ഷേ അതൊരു കൺട്രോളിങ് ലാംഗ്വേജും ആയിരുന്നു. ലാംഗ്വേജ് കൺട്രോളിങ് ആയതുകൊണ്ട് തന്നെ എന്തായിരുന്നു, ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് എന്തായത് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ നാച്ചുറൽ ഇമാജിനേഷൻ, സബ്ജക്റ്റിവിറ്റി, ഇമോഷൻസ് ഇതിനെല്ലാം നല്ലതുപോലെ എന്ത് ചെയ്ത് റിജക്റ്റ് ചെയ്തിരുന്നു. ക്ലാസിക്കൽ അല്യൂഷൻസ് ഗ്രീക്കിൽ നിന്നും റോമൻ മിത്തോളജിയിൽ നിന്നും ഉപയോഗിച്ചിരുന്നു. പിന്നെ ആ സമയത്ത് മോക്ക് എപ്പിക് പോയട്രി എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വർദ്ധിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അതായത് മോക്ക് എപ്പിക് പോയട്രി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മാറ്റർ ആയിരിക്കും, അതിനെ വലിയൊരു കാര്യമായിട്ട് പോർട്രേ ചെയ്ത് എഴുതും. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ റേപ്പ് ഓഫ് ദ ലോക്ക് ബൈ അലക്സാണ്ടർ പോപ്പ്. ഇതിൻ്റെ അത് ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ലോക്ക് ഓഫ് ഹെയർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേ കണക്ക് തന്നെ നമ്മുടെ മുടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ആ പെൺകുട്ടിയുടെ മുടി ഒരാൾ മുറിച്ച് കളഞ്ഞു. സോ എന്താണ്, ആ ഒരു ചെറിയ കാര്യത്തിനെ വലുതാക്കി എഴുതി ആ പോയത്തിൽ. അപ്പോൾ അത് മോക്ക് എപ്പിക് പോയട്രിയുടെ എക്സാമ്പിളാണ്. എപ്പിക്കിനെ കളിയാക്കി എഴുതുന്നത് തന്നെയാണ് എന്താണ് മോക്ക് എപ്പിക് പോയട്രി എന്ന് നമ്മൾ പറയുന്നത്. ഹ്യൂമൻ ബീങ്സ് എന്താണ് മോറലി കറക്റ്റ് ആയിരിക്കണം എന്നൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. പക്ഷേ റൊമാൻറ്റിസിസം വന്നപ്പം അത് ഇമോഷനും ഇൻഡിവിജ്വാലിറ്റിക്കും നേച്ചറിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതായത് നിയോ ക്ലാസിക്കൽ പീരീഡ് എന്തൊക്കെ കാര്യങ്ങൾ റിജക്റ്റ് ചെയ്തിരുന്നു അതിൽ മിക്ക കാര്യങ്ങളും റൊമാൻറ്റിസിസത്തിൽ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഒരു ക്വിക്ക് റീക്യാപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു പുതിയ ന്യൂ ആൻറ്റിക്വിറ്റിയാണ് നമുക്ക് ഈ ഏജിൽ കാണാൻ പറ്റുന്നത്. ഇമിറ്റേഷൻ, ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി, സ്ട്രിക്റ്റ് അഡിയറൻസ് ടു റൂൾസ്. അപ്പോൾ ചില റൈറ്റേഴ്സ് എന്ത് ചെയ്തു, ഈ കാലഘട്ടത്തിൽ കിങ്സും ക്യൂൻസുമായിട്ട് ഗുഡ് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, പുലർത്താൻ നോക്കി. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ അവരെ സുപ്രീം റൈറ്റേഴ്സായിട്ട് അറിയപ്പെടുകയും ആ റൂളേഴ്സ് എന്ത് ചെയ്യും, ഈ റൂൾസൊക്കെ എന്താണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ബാക്കിയുള്ള റൈറ്റേഴ്സ് ഉണ്ടല്ലോ അവരുടെ മേൽ ഇമ്പോസ് ചെയ്യും. അപ്പോൾ ഈ എലൈറ്റ് കമ്മ്യൂണിറ്റി കുറേ അൺസെഡ് ആയിട്ടുള്ള റൂൾസ് ക്രിയേറ്റ് ചെയ്യുകയും ഹൈപ്പ് ഉണ്ടാക്കും. എന്നിട്ട് സുപ്രീം റൈറ്റേഴ്സ് അപ്രൂവ് ചെയ്താൽ മാത്രമേ ആ വർക്ക്സൊക്കെ എന്ത് ചെയ്തു പബ്ലിഷ് ചെയ്യുകയും
അതേപോലെ തന്നെ സെല്ല് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. ഒരു വർക്കുണ്ട്, എപ്പിസ്റ്റൽ ടു ഡോക്ടർ ആർബുത്നോട്ട് എന്ന് പറയുന്നൊരു വർക്ക്. അത് അലക്സാണ്ടർ പോപ്പിൻ്റെ വർക്കാണ്. അതിൻ്റെ അകത്ത് അലക്സാണ്ടർ പോപ്പ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജോൺ ആർബുത്നോട്ടിൻ്റെ അടുത്ത് എന്ത് പറയാണ്, ഡോഴ്സും എല്ലാം അടച്ചു വെക്കാൻ പറയുകയാണ്. കാരണം എന്താണ്, ദേ കം ഫ്ലൈയിങ് ഫ്രം എവ്രിവെയർ. ഇതിൽ ദേ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്ന ആരെയാണ്, റൈറ്റേഴ്സിനെയാണ്. എല്ലാവരും അദ്ദേഹത്തിനെ കാണിക്കാൻ, വർക്ക്സ് കാണിക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ കൊണ്ടുവരുമെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതായത് എല്ലാ നമ്മളുടെ ന്യൂ ക്ലാസിസ്റ്റ് റൈറ്റേഴ്സും. റൊമാൻറ്റിക് ഏജിൽ സിമ്പിൾ ലാംഗ്വേജ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നിയോ ക്ലാസിക്കൽ ഏജ് അതിന് മുമ്പേ ഉള്ള ഏജാണ്. ഈ സമയത്ത് എന്താണ്, കോമൺ പീപ്പിളിന് മനസ്സിലാകാൻ പറ്റാത്ത ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ ഭാഷയിലായിരുന്നു ഓരോ വർക്ക്സും യൂസ് ചെയ്തിരുന്നത്. അതായിരുന്നു ഈ സമയത്ത് പോയറ്റിക് ഡിക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ഫാക്ട് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഡിസ്ഓൺഡ് ഇൻ റൊമാൻറ്റിക് ഏജ്. അപ്പോൾ ഈ സമയത്തുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ കോഫി ഹൗസസിലായിരുന്നു ഈ വർക്ക്സൊക്കെ എഡിറ്റ് ചെയ്തിരുന്നതും പബ്ലിഷ് ചെയ്തിരുന്നതൊക്കെ. ലിറ്റററി ആക്ടിവിറ്റീസ് എല്ലാം നടന്നിരുന്നത് കോഫി ഹൗസസിലായിരുന്നു. പിന്നെന്താണ്, ഒരുപാട് വായനയ്ക്കൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ്, അതേപോലെ തന്നെ പബ്ലിഷിംഗ് ഹൗസസ് ഒരുപാട് വർദ്ധിച്ച ഒരു പീരീഡായിരുന്നു നിയോ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. റൈസ് ഓഫ് മിഡിൽ ക്ലാസ്, ടോറി വേഴ്സസ് വിക്സ്, പിന്നെ പാംഫ്ലെറ്റിയറി, പ്രോസ് കൂടി, ആർട്ടിക്കിൾ കൂടി, എസ്സേസ് കൂടി, ജേർണൽസ്, മാഗസീൻസൊക്കെ എന്ത് ചെയ്തു, നല്ലതുപോലെ റൈസായി. അപ്പോൾ ഒന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് നിയോ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് പോയട്രി എങ്ങനെയായിരുന്നു, പ്രോസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.